പാതിരാത്രിക്ക് ആശുപത്രി തപ്പിയുള്ള പോക്കാട്ടോ ഈ പോണത്. സമയം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ആദൂട്ടി ഇന്ന് സ്കൂൾ വിട്ട് വന്നപ്പോൾ അപ്പം കയറി കിടന്ന കേട്ടോ. എണീറ്റ് വന്നപ്പോഴും മുഖം ആകെ നീരും ഭയങ്കര വേദനയായിട്ടും ഒക്കെ കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ ചോദിച്ചപ്പോൾ സ്കൂളിൽ നിന്നേ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ദേ വണ്ടിയിലോട്ട് കയറിയ കാറ്റടി കൊണ്ടല്ല അപ്പോൾ ഉറങ്ങും കേട്ടോ. അവൻ ഏത് വണ്ടിയെ കയറിയാലും ഇങ്ങനെയാണ്. വീട്ടിലാണെങ്കിൽ ഉറങ്ങത്തില്ല. എത്ര നമ്മൾ അടിച്ചുറക്കാമെന്ന് പറഞ്ഞാലും രാത്രിയിൽ ഒന്നും കിടന്നുറങ്ങില്ല കേട്ടോ. അങ്ങനെ ആശുപത്രി തപ്പി കുറേ നടന്നു കേട്ടോ. അപ്പോൾ അവിടെ എങ്ങും ഇല്ലായിരുന്നു. നമ്മുടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കിനാണെങ്കിൽ അവിടെ പല്ലിൻ്റേതൊന്നും ഇല്ലെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ 2-3 സ്ഥലത്ത് പോയിട്ട് അവിടെ ഇല്ല. പിന്നെ ഒരാളോട് വിളിച്ചന്വേഷിച്ചപ്പോഴത്തേക്കിന് പറഞ്ഞു നമുക്ക് പേരൂർക്കട കഴിഞ്ഞ് അമ്പലമുക്കിൻ്റെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ അമ്പലമുക്കിലോട്ട് വിടുക കേട്ടോ. കാരണം രാത്രി തന്നെ കാണിച്ചില്ലെങ്കിൽ ആൾ നമുക്ക് പണി തരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ ആ പോകുന്ന വഴി എനിക്ക് എൻ്റെ പാഴ്സൽ മേടിക്കണമായിരുന്നു കേട്ടോ. ഞാൻ വീട്ടിലില്ലായിരുന്നത് കൊണ്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കിന് അടുത്തുള്ള ഇവിടെ ഒരു തട്ടുകടയുണ്ട് കേട്ടോ, അവിടെ കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ തന്നെ കേട്ടോ പാഴ്സലിൻ്റെ കൊറിയർ മേടിക്കുന്ന സ്ഥലം. അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചേ ഉള്ളായിരുന്നു, കുറച്ച് ബുക്ക് ചെയ്ത സംഭവങ്ങൾ കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ അത് നമ്മുടെ വണ്ടിക്കകത്ത് വെക്കാൻ നോക്കിയിട്ട് വണ്ടിക്കകത്തെങ്ങും വെക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നമ്മൾ എവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ സ്കൂട്ടറിൽ വെച്ചിട്ട് പോകാൻ എനിക്ക് ഭയങ്കര പേടി കേട്ടോ. ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും. പിന്നെ പോകുന്ന വഴിക്ക് എല്ലാം കൈ പിടിച്ചുകൊണ്ട് തന്നെ പോകണം കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ തപ്പി ചെന്നിട്ട് ഹോസ്പിറ്റലിൽ കണ്ടു കേട്ടോ. കുറച്ചങ്ങോട്ട് അമ്പലമുക്കിന് കുറച്ചകത്തോട്ട് തന്നെ പോകണമായിരുന്നു. കുറച്ച് ഹോസ്പിറ്റൽ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് നമുക്ക് പറ്റിയില്ല കേട്ടോ. അകത്ത് കയറുന്ന കുറച്ച് വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പം നമ്മൾ അകത്ത് കയറി കഴിഞ്ഞിട്ട് കുറച്ച് പൂരിപ്പിച്ച് കൊടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ കയറി കഴിഞ്ഞു. അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ ആൾക്ക് എക്സ്റേ ഒക്കെ എടുത്ത് എല്ലാം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് ആൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ പല്ലിനകത്ത്. പിന്നെ ഒരൊറ്റ പല്ല് പോലും നല്ല പല്ലില്ലായിരുന്നു കേട്ടോ. എല്ലാം കേട് പിടിച്ച് പുഴുവായ പല്ലുകൾ മാത്രമേ അവനുള്ളൂ. അപ്പം അത് കുറച്ച് പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലിയർ ആക്കാം എന്നൊക്കെ അവർ പറഞ്ഞു കേട്ടോ. അങ്ങനെ വേണ്ട ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവൻ്റെ വേദനയും കാര്യങ്ങളും ഒക്കെ പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് പൂരിപ്പിച്ചൊക്കെ കൊടുക്കാനുള്ളതുകൊണ്ട് ഏട്ടൻ അതെല്ലാം പൂരിപ്പിച്ച് സൈൻ ചെയ്തൊക്കെ കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞ് അകത്തോട്ട് വിളിച്ചതും പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ടാറ്റാ ബൈ ബൈ.